രാവിലെ നാം എത്ര മണിക്കാണ് ഉണരേണ്ടത്? ഇതിൻ്റെ ഉത്തരം നമുക്ക് പ്രകൃതിയിലേക്ക് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു 15 ദിവസം 20 ദിവസം 30 ദിവസം അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങളെ എപ്പോഴാണ് ഉണരുന്നത്? ഒരു 3-3:30 ആകുമ്പോൾ അവരുണരും. ഉണർന്നു കഴിഞ്ഞാൽ അപ്പിയിട്ട് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് അവിടെ കിടന്ന് കാലൊക്കെ ഇട്ടടിച്ച് കയ്യും കാലും ഒക്കെ ഇട്ടടിച്ച് കുറച്ച് കിടക്കും. അപ്പോഴത്തേ അമ്മ എഴുന്നേക്കും, എന്നായാലും അടുത്ത് അവിടെ ഇരിക്കും. അമ്മൂമ്മയുണ്ടെങ്കിൽ അമ്മൂമ്മയൊക്കെ വന്നിരിക്കും. എന്നിട്ട് കുറച്ച് സമയം ഈ കുട്ടി കളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ കിടന്നുറങ്ങും. അതുപോലെ തന്നെ ഈ പക്ഷിമൃഗാദികളൊക്കെ അവരൊക്കെ എപ്പോഴാണ് ഉണരുന്നത്? എങ്ങനെയും ഒരു 5-5:30 ആകുമ്പോഴത്തേക്കും അവരുടെ കിളികളുടെ ശബ്ദമൊക്കെ നമ്മൾക്ക് കേൾക്കാം. അതേപോലെ തന്നെ ഈ പൂക്കളൊക്കെ ആണെങ്കിലും രാവിലെ വിരിയില്ലേ, ഇങ്ങനെ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ വരുമ്പം തന്നെ ഈ പൂക്കളൊക്കെ അങ്ങനെ വിരിയും. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, പെൺകുട്ടികളൊക്കെ അതെ, രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. അങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിലൊന്നും നമ്മൾ എഴുന്നേൽക്കണമെന്നില്ല, എഴുന്നേൽക്കാറുമില്ല പലപ്പോഴും. എന്നിട്ട് രാവിലെ അങ്ങ് എഴുന്നേറ്റ് വന്നിട്ട് അമ്മമാർ അവിടെ ഒന്ന് വിളക്ക് കൊളുത്തുന്നില്ല. അതും ഉമ്മറത്തായിരിക്കുമെന്ന് അന്നൊക്കെ വിളക്ക് കൊളുത്തുന്നു. ഇപ്പം പൂജാമുറിയൊന്നുമില്ല. അപ്പോൾ അവിടെ അടിച്ച് തളിച്ച് വിളക്കൊക്കെ അങ്ങ് കൊളുത്തി അത് കഴിഞ്ഞിട്ട് നേരെ അതിനു മുമ്പ് തന്നെ ആദ്യം തന്നെ മുൻവശത്തെ വാതിൽ തുറക്കും. എന്നിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ഗേറ്റൊന്നുമില്ല. ഗേറ്റുള്ള വീടുകളാണെങ്കിൽ അവർ ആ ഗേറ്റും മലർക്കെ തുറന്നിടും. എന്നിട്ട് അമ്മമാർ മുടിയൊക്കെ കെട്ടി അതിനു മുമ്പ് പല്ലൊക്കെ തേക്കും. എന്നിട്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നിട്ട് അപ്പോൾ സൂര്യൻ്റെ ആ ഇളം കതിരുകളിങ്ങനെ പതുക്കെ ഇങ്ങനെ നമ്മുടെ നേരെ വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് 3 പ്രാവശ്യം, ഒരു പ്രാവശ്യം കുനിഞ്ഞു ഭൂമിദേവിയെ തൊഴുതു, അത് കഴിഞ്ഞിട്ട് നേരെ സൂര്യദേവനെ നോക്കി സൂര്യനെയും തൊഴുതു, ഒന്ന് തല പതുക്കി ഒന്ന് കുനിക്കും. അതുപോലെ 3 പ്രാവശ്യം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ കയറി വന്നിട്ട് നാമം ചെല്ലേണ്ടവർ നാമം ചെല്ലും, അല്ല അടുക്കളയിൽ പണിയുള്ളവർ അടുക്കളയിലേക്ക് കയറും. അങ്ങനെയായിരുന്നു അന്നൊക്കെ എല്ലാവരുടെയും. ഇപ്പം പെൺകുട്ടികളും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. അതുപോലെ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ ഈ പല കീർത്തനങ്ങളും പഠിച്ചിട്ടുള്ളതുണ്ടല്ലോ. അച്ഛൻ വെളുപ്പിന് എഴുന്നേറ്റ്, ഞാൻ പഠിക്കും രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കുമായിരുന്നു. അപ്പോൾ അമ്മ അടുക്കളയിലേക്ക് പോകും, അച്ഛനിരുന്ന് നാമം ചെല്ലും. അപ്പം പല കീർത്തനങ്ങളും സന്ധിക്ക് ചെല്ലാറില്ലാവുന്നു, കേട്ട് പഠിച്ചതൊക്കെ അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം എന്ത് സുന്ദരമാകുമെന്നറിയാം. എന്ത് പോസിറ്റീവ് എനർജിയാണ് രാവിലെ തന്നെ നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി എത്ര മണിക്ക് ഉണരണമെന്ന് പറയണ്ടല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.